എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നേരിട്ട് കോൾ ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണത് കോൾ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നതിനെ പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്നെ വിളിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഒരു ബ്ലാക്ക് എനർജി ഉണ്ടെന്ന് സംശയം വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോളിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഒരു ഫീലിങ്ങോ തോന്നലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷനോ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതായിട്ട് മാച്ച് ആകുമ്പോഴാണ് നിങ്ങൾ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ ബോഡിയാണ്, ഒരു ക്രിസ്റ്റലിൻ്റെ പോലെയാണ്. എല്ലാത്തിനെയും ഞാനിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, ആകർഷിച്ചുകൊണ്ടിരിക്കും. നല്ലതിനെയും ചീത്തതിനൊക്കെ ഇങ്ങനെ ആകർഷിക്കുന്ന ഒരു പ്രവണത എൻ്റെ ശരീരത്തിനുണ്ട്. അത് ആത്മീയവാദയിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അങ്ങനെ ആവും. ഞാനും അങ്ങനെ ആയതാണ്. ധ്യാനം ചെയ്ത് അങ്ങനെ അങ്ങനെ ആയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ആൾക്കൂട്ടത്തിലേക്ക് പോകാനോ മറ്റുള്ളവർ മിങ്കിൾ ചെയ്യാനോ ഒക്കെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ സോഷ്യൽ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്ന് പതുക്കെ ബാക്കിലേക്ക് പിൻവലിഞ്ഞ് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അത് നമ്മുടെ ഒരു കുഴപ്പം കൊണ്ടല്ല, നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. നമുക്കത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾ നമ്മളെ ഫോൺ ചെയ്യുമ്പോൾ, എൻ്റെ മാത്രമല്ല ആത്മീയവാദത്തിൽ സഞ്ചരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഒരു പ്രോബ്ലമാണ്. എനിക്കത് കുറച്ച് കൂടുതലാണ്. കാരണം ആ ഒരു എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ നെഗറ്റീവിനെ മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ ഹീലിങ്ങിന് നമ്മളൊരാൾ അപ്പുറത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ, വീഡിയോ കോളിൽ വന്നിരിക്കുകയോ ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്യണമെങ്കിലും ഞാൻ ചെയ്യുന്ന സെയിം തിങ് ആണ്. ഞാനത് ബോധപൂർവം അതിനെ ആകർഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്ത് റിലീസ് ചെയ്ത് കളയുന്നൊരു പ്രക്രിയയാണ് മഹാകാളിയിൽ. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മഹാകാളിയാണ്, അല്ലെങ്കിൽ ദേവതകളാണ്, അല്ലെങ്കിൽ ദേവന്മാരാണ്. അവരുടെ സഹായത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് ദൈവികമായ പേര് വച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ ശരീരത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ആദ്യത്തെ 1-2 മിനിറ്റ് എനിക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞ് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ സംസാരം കൂടി വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. എൻ്റെ വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിക്കും, ഇങ്ങോട്ട് നിങ്ങൾ മേപ്പോട്ടേക്ക് പിടിച്ച് വലിക്കുന്ന പോലെ ഫീൽ വരും, കഴുത്ത് സ്റ്റിഫാവും. ആ നെഗറ്റീവ് എനർജി വരുമ്പോൾ ഉള്ള ലക്ഷണങ്ങളെല്ലാം എൻ്റെ ബോഡിയിലേക്ക് വന്നു തുടങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസങ്ങൾ വന്നു തുടങ്ങും. കാരണം ഞാൻ ബോധപൂർവം അതിനെടുക്കുകയല്ലല്ലോ ചെയ്യണത്. അയാൾ എന്നെ വിളിക്കുമ്പോൾ അയാളുടെ എനർജി എന്നിലേക്ക് വന്ന് ആകർഷിക്കപ്പെട്ട് എൻ്റെ ശരീരത്തിലേക്ക് വന്ന് എൻ്റെ ശരീരത്തിനെ കേടാക്കുന്ന പോലത്തെ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. പക്ഷേ ഹീലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എൻ്റെ അടുത്തേക്ക് വരും. അതിനെ എനിക്ക് റിലീസ് ചെയ്ത് കളയാനുള്ള വിദ്യകൾ എനിക്ക് അറിയാം. അതാണ് എനിക്ക് ദൈവം പറഞ്ഞു തന്നേക്കുന്ന വിദ്യകൾ. പക്ഷേ ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ആ വിദ്യ പ്രയോഗിക്കാൻ പറ്റില്ല. കാരണം ജസ്റ്റ് ഒരു നോർമൽ ടോക്കാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു കൺസൾട്ടേഷൻ പോലത്തെ ടോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ആളുകൾ കുറേ പേര് വിളിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളിങ്ങനെ ഒരുപാട് ഒരു ടൈം ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഇല്ലാത്ത രീതിയിൽ, ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പ്രയാസം കൊണ്ട് നിങ്ങൾ പറയുന്നതാകാം. പക്ഷേ അത് നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം അതെനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സഹായിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പരമാവധി കോളിങ് ഒഴിവാക്കുക. നിങ്ങൾ വാട്സാപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്ന പോലെ അത് നോക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇൻ കേസ് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ വാട്സാപ്പിൽ മെസ്സേജ് വായിച്ചില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ഹായ് അയക്കാം. ഓൾറെഡി നിങ്ങളുടെ മെസ്സേജിൽ കിടക്കുന്നുണ്ടാവുമല്ലോ. കാരണം വാട്സാപ്പിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ഓൺ ചെയ്ത് തുറന്ന് ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വേറൊരാൾ കോൾ ചെയ്യണത്. അപ്പോൾ ആ കോളിലോട്ട് പോയി നമ്മൾ. പിന്നെ ഈ വാട്സാപ്പ് തുറന്നത് ചിലപ്പോൾ രണ്ടാമത് നോക്കാനായിട്ട് വായിക്കാനും എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വായിച്ചിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു ഹായ് ഇടുക. വീണ്ടും അത് നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ ഞാനത് നോക്കും. സമയമുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെ മെസ്സേജും കേൾക്കാറുണ്ട്. പിന്നെ 15 മിനിറ്റും 20 മിനിറ്റും ഒക്കെ, അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ ഒക്കെ ഉള്ള മെസ്സേജസ് അയക്കാതിരിക്കുക. കാരണം അതൊന്നും കേൾക്കാനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല. കേൾക്കണമെന്ന് പറഞ്ഞിട്ടല്ല, സമയം വേണം. അപ്പോൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 മിനിറ്റിൻ്റെ ചെറിയ ക്ലിപ്പ് നിങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ എൻ്റേതായ കാര്യങ്ങൾ പറയും.
ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ ചാർജസ് എങ്ങനെയാണ്, എൻ്റെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിൻ്റെ ദക്ഷിണ കാര്യങ്ങളൊക്കെ ഞാനത് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻഫോം ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പറയുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ ഞാൻ ദൈവയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാവർക്കും. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആളും കൂടിയാണ്. പിന്നെ ഇതേപോലത്തെ രീതിയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് എന്താണ് എനിക്ക് പ്രോപ്പറായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റാതെ വരുന്നത്. അത് ഒരു എൻ്റെ ഒരു അവസ്ഥയെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ കോൾ ചെയ്യാൻ. ഈ എമർജൻസി കോളിങ് ചെയ്യണമെങ്കിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറയുക. ഞങ്ങനെ വാട്സാപ്പിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്യുക. അത് വാട്സാപ്പിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങോട്ടേക്ക് ഞാൻ മെസ്സേജ് അയക്കും. ചില ആൾക്കാർ പറയാറുണ്ട് വാട്സാപ്പ് എടുക്കാറില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാനത് ആ വാട്സാപ്പിൽ അങ്ങോട്ടേക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ ആ നമ്പർ നോക്കിയിട്ട് അതിനകത്തേക്ക് ഞാൻ ഹായ് അയക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഇത് ദയവ് ചെയ്ത് എല്ലാവരും സഹായിക്കണം. കാരണം എനിക്ക് വർക്കുകൾ പഴയ പോലെ അല്ല, ഓരോട് ഹെവി വർക്കുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുകയും ഞാൻ ഈ കോളുകൾ എടുക്കുകയും എല്ലാം കൂടി ആകുമ്പോൾ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിട്ട് ഇരിക്കുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം. അത് പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.